ഏവർക്കും അവിട്ടം ദിന ആശംസകൾ. തിരുവോണം അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഓണക്കളികൾ കളിച്ച് ഊഞ്ഞാലാടി എല്ലാവരും ഓണമൊക്കെ തകർത്തില്ലേ, അടിച്ച് പൊളിച്ചില്ലേ. പിന്നെ എല്ലാവരും ഒരു ഓണം മൂഡ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിട്ടവും ചതയൊക്കെ. നമ്മൾ ആ ഓണം വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. അപ്പൊ എല്ലാവർക്കും ലിയോസിന്റെ അവിട്ടം ദിന ആശംസകൾ. അപ്പൊ അവിട്ടായിട്ട് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ചെറിയൊരു ടാസ്ക് തന്നാലോ? എന്റെ മുമ്പില് അവിട്ടം ദിനായിട്ട് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. 4 നെക്ലസും 4 ബാങ്കിളും മാത്രമുള്ളൂ. ഇതിന് ഞാൻ വെയിറ്റ് പറയില്ല. എത്രയാണ് ടോട്ടൽ വെയിറ്റോ ഓരോ നെക്ലസിന്റെയും ഓരോ ബാങ്കിളുടെയും സിംഗിൾ ആയിട്ടുള്ള വെയിറ്റോ ഒന്നും ഞാൻ പറയില്ല. ഈ ഒരു എപ്പിസോഡില് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഈ ഓണം മൂഡില് ലിയോസ് തരുന്ന ഒരു ടാസ്ക് ആണ് ഇത്. ഗസ് ചെയ്യുക, ഇത് എത്രയാണ് വെയിറ്റ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഗസ് ചെയ്യുന്നത് ആരാണെന്ന് ഒന്ന് നോക്കട്ടെ. അവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ അതില് വെറൈറ്റി സംഗതികൾ നമുക്ക് കാണണ്ടേ. നല്ല ഭംഗിയായിട്ടുള്ള നഗാസിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു ഷോർട്ട് നെക്കിൽ മാത്രം ദേവീ രൂപങ്ങളില്ല. അതൊരു വെറൈറ്റി വർക്കിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹനുമാന്റെ കയ്യിലുള്ള ഒരു ഗദ്യൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു വർക്കിന്റെ പാറ്റേൺ ഒക്കെ വരുന്ന ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് നെക്കാണ് ഏറ്റവും മേലെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും എല്ലാം ദേവീ രൂപങ്ങളെ കൊണ്ട് ആലേഖനം ചെയ്ത സ്റ്റോൺ വർക്ക്, പേൾ വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷൻസ്. നമുക്ക് എപ്പോഴും ഒരു വെഡിങ്ങിലേക്കാണെങ്കിലും സിംഗിൾ യൂസിലേക്കാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എവർ ഗ്രീൻ കളക്ഷൻസ്. എങ്ങനെ പോയാലും ഈ കളക്ഷൻസ് ഒന്നും ഔട്ട്ഡേറ്റഡ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് നഗാസിന്റെ കളക്ഷൻസ് ആണെങ്കിലും അടക്കുകാശാണെങ്കിലും കാശിന്റെ നെക്ലസുകൾ, ട്രഡീഷണൽ ടൈപ്പ് ഓർണമെന്റുകൾക്ക് എന്നും ആരാധകരേറെയാണ്, പ്രിയവും കൂടുതലാണ്. ഇപ്പോഴത്തെയൊക്കെ എത്രയൊക്കെ നമ്മുടെ ജൻസി പിള്ളേരുകളാണ് എന്ന് പറഞ്ഞാൽ കൂടിയും വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കും ഓണം, വിഷു അങ്ങനെയുള്ള ആ ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന കുറച്ച് സംഗതികളുണ്ടല്ലോ. കേരള സാരി, അതുപോലെ പട്ട് സാരിയൊക്കെ വരുന്ന ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് ഇതുപോലത്തെ ഒരു ഓർണമെന്റ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും സാരി ഉടുത്ത് ഇറങ്ങുന്ന ഒരു 10ൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഓണം വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധാവണി ഭയങ്കരമായിട്ട് ഒരോടനെ ധാവണി ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോയിണ്ടായിരുന്നു. എങ്കിലും ഇപ്പൊ അത് വീണ്ടും ഭയങ്കര ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനത്തെ ഒരു കളക്ഷൻ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, കിടിലനാണ്, കിടുക്കനാണ്. അതുപോലെ തന്നെ 4 ബാങ്കിളും വന്നിട്ടുണ്ട്. ഇതില് ഗ്രീൻ കളർ കെം സ്റ്റോൺസും അതുപോലെ റെഡ് കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള 4 ക്യൂട്ട് ബാങ്കിളുകൾ. അപ്പൊ ഇതാണ് സസ്പെൻസ്. ആരും മറക്കണ്ടാട്ടാ, ഗസ് ചെയ്യാ. ഞാൻ ഒരു വെയിറ്റും ഞാൻ പറയില്ല. കറക്റ്റ് വെയിറ്റ് ആരാണ് ഇത് പറയാന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. അപ്പൊ എന്തായാലും ഈ 4 ദിവസം എല്ലാവരും വീട്ടില്, 4 ദിവസം എന്ന് മാത്രമല്ല ഈ ഓണക്കാലം 10 ദിവസം അവധിയുണ്ട്. ജോലിക്ക് പോകുന്ന വലിയ ആളുകൾക്കാണ് ആകെ 4 ദിവസത്തെ ഒരു ഗ്യാപ്പ് മാത്രം. അപ്പൊ ഇത് ആരൊക്കെയാണ് വീഡിയോ കാണുന്നത് എല്ലാവരും ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ആരാ പറയാന്ന് നോക്കട്ടെ കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അവിട്ടം ദിനാശംസകൾ. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ.